ഇപ്പൊ 4 വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. 40 വീട്. നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ? പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ, സുഖമായിട്ട് ഇരിക്കുക. ഇത് ശരിക്കും പറഞ്ഞ ഈ നന്മയോളികളുണ്ട്, ചില നന്മയോളികൾ എന്ന് പറയുന്ന പോലെ ഞാൻ കുറച്ച് നാളുകൊണ്ട് കാത്തിരുന്ന ഒരു മുതലിനെ എനിക്ക് ഇന്ന് കിട്ടി. സത്യം പറയാലോ, ഇന്ന് രാവിലെ കൂടെ ഈ ഒരു വ്യക്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഡാനി വൈകിട്ട് ഒരു സംഭവം വരുന്നുണ്ട്, ഡാനി കണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ സംഭവം? ഇന്ന ആളുടെ ഡാനി എന്ന് പറഞ്ഞു. നീ അതൊന്ന് കാണുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ, കുറച്ച് നാൾ കൊണ്ട് ഞാനും അതിലും കൂടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു. കാരണം ഒരു 7-8 മാസം മുമ്പ് രേണുസുതിയുടെ വിഷയത്തിൽ കോട്ടയത്ത് ചെന്നപ്പോൾ മൊത്തം ഈ വ്യക്തി അച്ചായൻ 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 അച്ചായൻ, എവിടെ ചെന്നാലും അച്ചായൻ. പക്ഷെ എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് അടിച്ചു ഒരു വ്യക്തിയെ കുറിച്ച്, ഭയങ്കര നെഗറ്റീവ്. സാധാരണ ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ അടിക്കുന്നില്ല. ഞാൻ ചോദിച്ചു ഈ വ്യക്തി എങ്ങനെയാന്ന് പറയുമ്പോൾ കൊള്ളാം, പോസിറ്റീവാണ്, ഭയങ്കര അടിപൊളി മനുഷ്യനാണ്, നല്ല മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നവർ ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കിയാൽ ഈ അച്ചായൻ അച്ചായൻ അച്ചായൻ, ഇൻസ്റ്റ തുറന്നു നോക്കിയാലും അച്ചായൻ അച്ചായൻ. ഇയാൾക്കൊരു ഫാൻ പേജ് ഉണ്ട്, ആ ഫാൻ പേജിലാണ് ഇയാൾ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഏത് വീഡിയോയുടെ താഴെ ആണെങ്കിലും ആ പ്രൊമോഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പൈസ കൊടുത്ത് പുള്ളിയെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, എന്തായാലും അച്ചായന്റെ ഒരു ലേറ്റസ്റ്റ് കള്ളത്തരം നൈസായിട്ട് അങ്ങ് പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ചേട്ടന്റെ ചാനലാണ് അത് വന്നത്. അയ്യോ, ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ട് മൊത്തം കുത്തിയിരുന്നത് കണ്ട് ചിരിക്കുകയായിരുന്നു. ഓക്കെ, അദ്ദേഹം ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ജനങ്ങളുടെ കണ്ണി പൊടിയിടുന്നത്? ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയും ഡാനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അത് പറഞ്ഞു നടക്കുന്നത് വലിയതായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ചിലവരൊക്കെ പറയണം നീ അതുപോലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ലതല്ലേ വീഡിയോ ഒക്കെ ചെയ്യുമ്പം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പം എൻ്റെ വീട്ടിലെ ഒരു 40% കൂടെ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. അതും കൂടെ തീർന്നാലല്ലേ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ദൈവം എന്തെങ്കിലും അനുഗ്രഹിക്കുവാണെങ്കിൽ നമുക്കത് ചെയ്യാം. ഇവിടെ അച്ചായൻ്റെ കാര്യം അങ്ങനല്ല, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുണ്ടായിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തോ, ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യോ, ഹൈപ്പ് ഒന്ന് നീട്ടി കൊടുത്തോ. പിന്നെ കമൻറ്റ്, ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ കമൻറ്റ് കൂടെ ഇടാം. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും ഇദ്ദേഹം ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മൊത്തം 40 വീട് 40 എന്താ ഏതാണ്ടൊക്കെ ചെയ്തു കൊടുത്തതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 40 കടയും 40 വീടും. ഓക്കെ, എന്തായാലും ഞാൻ പോസ്റ്റ് വായിക്കാം. 40 കടയ്ക്കൊപ്പം പാവപ്പെട്ട 40 കുടുംബത്തിന് വീട്. അച്ചായനെ ഇഷ്ടമുള്ളവരെല്ലാവരും ഹായ് പറയാമോ? എല്ലാവരും ഒരു ഹായ് ഇട്ടേ അച്ചായന് വേണ്ടി. ഒരു ഹായ് ധൈര്യമായിട്ട് ഇട്ടോ. കാരണം നമ്മളൊക്കെ ചെയ്യുവാണെങ്കിൽ ചെയ്യും, ആത്മാർത്ഥയോടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒരുത്തൻ്റെ കണ്ണി പൊടിയിട്ടിട്ട് ഞാനിതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പണം എറിയുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു നടക്കാറില്ല. ഇവിടെ മൊത്തം എറിയ പോയി പറമക്കളെ നാണം കെട്ട വർഗം, അങ്ങനെ തന്നെ പറയാം. ഞാൻ കൂടുതലായിട്ടൊന്നും മോശമായിട്ടുള്ള രീതി ഇവിടെ പറയുന്നില്ല. ഒരു പക്ഷെ നേരത്തെ ആണെങ്കിൽ ഞാൻ പറയാൻ ശ്രമിച്ചേനെ. എന്തായാലും നമ്മുടെ അച്ചായൻ്റെ ഒരു വീട്, ഞാനൊരു ഫോട്ടോ വെച്ച് തരാം. നമ്മുടെ അച്ചായൻ ഓട്ടോയിൽ നിൽക്കുന്ന ഫോട്ടോ, അത് നവംബർ 14, 2025 ഒരു ഫോട്ടോയാണേ. അവിടെ ഒരു അമ്മയും ഒരു അച്ഛനും ഉണ്ട്. അവർക്കൊരു വീട് അച്ചായൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതേ ആൾക്കാരുടെ തന്നെ വേറൊരു ഇന്റർവ്യൂവിനകത്ത് ഈ ലൈഫ് മിഷന്റെ വീടിനെ കുറിച്ചാണ് കേട്ടോ. ലൈഫ് മിഷന്റെ അത് 2026 ജാനുവരി 16 അവരിപ്പോഴും ആ പഴയ വീട്ടിൽ തന്നെ. അപ്പൊ ഞാൻ ആലോചിച്ച് ഷോക്കായെന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അച്ചായനാണോ അവിടെ ചലിക്കുന്നത്, അതോടത്തെ ഗവൺമെന്റ് ആണോ? ലൈഫ് മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ഗവൺമെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് നമുക്കറിയാവുന്നത്. ഇവിടെ അച്ചായൻ പൊന്നോ നന്മയോളിയുടെ മുഖം അഴിഞ്ഞ് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലോട്ടൊക്കെ പോവാം. നമുക്ക് അച്ചായൻ്റെ ഒരു വീഡിയോ കാണാം. നിലവിലെ ഏകദേശം 36 വീട്. ഇപ്പൊ 4 വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. 40 വീട്. 40 കടയാ. ഈ വ്യാഴാഴ്ച ആകുമ്പോ 40 കടയാവും. പത്തനംതിട്ട കൂടെ കൂടി ആ 40 കട എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം 40 കടയാവുകയാണ്. ആ 40 കടയ്ക്കൊപ്പം 40 വീട്. ഓരോ കടയ്ക്കൊപ്പം അതെ, അപ്പം നമ്മൾ പ്രാർത്ഥിക്കട്ടെ. അത്ര വീടുകൾ പാവുന്നുണ്ട്. ആ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കാര്യം അച്ചായ നല്ല കാര്യം. പക്ഷെ അച്ചായൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളെ പറ്റിച്ചോട്ടാവരുത്. അപ്പൊ നമ്മളെ തുറന്നു കാണിക്കും.
അപ്പൊ ഈ വിഷയം ഫസ്റ്റിലെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. കുറെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ തപ്പി ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് കാണാൻ ഇടയായിട്ടില്ല. എന്നാൽ ആ വീഡിയോ ആണ് സീക്രട്ട് ആയിട്ടുള്ള സായിച്ചേട്ടൻ പൊക്കിയത്. എന്തായാലും നമുക്ക് അച്ചായന്റെ അതായത് അച്ചായൻ വീട് വെച്ച് കൊടുത്ത 31ാമത്തെ വീട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും അച്ചായനെ പോലെ ഒരു അച്ചായൻ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ആ അച്ചായന്മാരെ കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത്. ഈ ചേട്ടനാണ് ഈ മേല കുടിയിലാണ് താമസിക്കുന്നത്. ഇവര് ഒരു 5 കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവര് ഒരു മാസം തള്ളി നിൽക്കുന്നത്. ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് ഞാൻ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇത് ജലം പതിക്കുന്നത് അറിയില്ല. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം, അത് സഹായിക്കണം. ഇനി അടുത്ത വരവിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവര് കയറി താമസിക്കുന്ന കാണണം. നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിലിൽ നിന്ന് മോചനം കിട്ടുക എന്ന്, അല്ലെ? എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ പുതിയ ഡ്രസ് ഇട്ട് നല്ല മിടുക്കലായിട്ട് വേണം കൊണ്ടുപോകാൻ. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ തുറന്നാൽ മതിയോ? സന്തോഷമായില്ല വീട് കണ്ടപ്പം? ഇത് നമുക്ക് ഒരു മുറി, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു പാർട്ടി കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. കാണാൻ വഴി വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വന്ന് നിങ്ങൾ നമ്മളെ ഇവിടെ താമസമാക്കിയും ഒരു പുതിയ കെട്ടം തന്നു സഹായത്തിനും വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട് വരെ. ബൈ ബൈ. അച്ചായൻ സ്കോൾഡ് ഞാൻ നിങ്ങളുടെ അച്ചായൻ മുമ്പ് ഒരു ഇരിപ്പിരുന്നുണ്ടല്ലോ, ഇതിലെ പഴയ സീരിയലിനകത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഇരുന്നില്ല എല്ലാം കേട്ട് ഇങ്ങനെ തലയാട്ടുന്ന പോലെ ആയിട്ട്, ഓഹ് എന്റെ അച്ചായ. അങ്ങനെ കുടിലിൽ നിന്ന് ഒരു ഹൈ ലെവൽ ഒരു വീട്ടിലോട്ട് അച്ചായൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതേ വീട്ടുകാരുടെ തന്നെ ഇന്റർവ്യൂ, അതായത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് അവരിപ്പോഴും ആ ഒരു വീട്ടിൽ താമസം തുടങ്ങിയിട്ടില്ല, അവരിപ്പോഴും ആ കുടിയിൽ കിടക്കുക. ഞാൻ അതിന്റെ ഒരു വീഡിയോ വെച്ച് തരാം. എന്റെ പൊന്നെ സഹായിച്ചേട്ടാ, നിങ്ങൾ ഇതൊക്കെ എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വരുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അല്ല, അത് കറക്റ്റ് കാര്യം. ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഈ നന്മ എനിക്ക് അത്ര വെളുപ്പല്ലെന്ന് എനിക്ക് തോന്നിയതാ, ഒട്ടും വെളുപ്പല്ലെന്ന് തോന്നിയതാ. ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. ശരിക്കും നിങ്ങൾക്കറിയാവോ, 10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്, ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് ഉയരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത്. എന്റെ പുറകിൽ കാണുന്ന വഴി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയിൽ താമസിക്കുന്ന, അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടന്റെ ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോണത്. എത്ര നാളായിട്ട് ജീവിക്കുന്നു ഇവിടെ? എന്റെ ഭർത്താവ് 50 വർഷം കൊണ്ട് താമസിക്കണം. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെയാണ് നടക്കുകയാണ്, ഇറങ്ങി ഇരുന്ന് ഇറങ്ങിയാണ് പോണത്. വീടിന്റെ പണി ഏതുവരെ എത്തി? വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശ കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് കച്ചാറായി. അത് ഒരു സന്തോഷം തന്നെ. രണ്ടുപേരേ ഉള്ളൂ മക്കളൊക്കെ? ഇല്ല, നമ്മൾ 2 പേരേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ഇവിടെ അങ്ങ് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ കഴിയുകയാണ്. ഇപ്പൊ ടാർപ്പാള ഒരാള് 5000 രൂപ തന്നോണ്ട് അത് വാങ്ങിച്ച് കെട്ടി. നമുക്ക് വരുമാനമൊന്നും ഇല്ല, ആരും തരാനും ഇല്ല. ഒരാള് 5000 രൂപ കൊടുത്തെന്ന് പറയുന്നത് ആ ആളാരായിരിക്കും? അതാണോ ഇനി അച്ചായൻ? ഇനി അച്ചായൻ ഒരു പ്രൊമോഷൻ നടത്താൻ വേണ്ടി അച്ചായൻ 5000 രൂപ കൊടുത്തതാണോ ഇനി? അതും ഒരു ഡൗട്ട് ഇല്ലാടില്ല. എനിക്ക് തോന്നുന്നു അച്ചായനെ 5000 രൂപ കൊടുത്തത് ഞാൻ പ്രൊമോഷൻ വല്ലതും ആണോ? എന്തായാലും നമുക്ക് നോക്കാം, ബാക്കി കൂടെ കേൾക്കാം. എനിക്ക് കിട്ടി, അത് സന്തോഷമായിട്ട് അതിലേക്കൊന്ന് കിടക്കാൻ പോയി. നമുക്കൊരു ആത്മവിശ്വാസം വന്ന് സന്തോഷമായിട്ട് ചെന്ന് കിടക്കാൻ. ഈ മുരുകൻ ചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും. ഈ മണൽ കിടക്കുന്നതുകൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത്. ഇതിനകത്തേക്ക് വരുന്നത്
കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. മുരുകൻ ചേട്ടൻ അവിടെ ഇരുന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് കാറ് വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത്. ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻ ചേട്ടന്റെ കൂടെ വന്നതാണ്. അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻ ചേട്ടന്റെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാം. അതാണ് ശരിക്കുള്ള ലൈഫ്. അതെ, ഇപ്പൊ ഞങ്ങൾക്കും കൂടെ ആ സന്തോഷം കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ കോമഡി എന്റെ അച്ഛൻ നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്ന സത്യം പറഞ്ഞാലാ. സത്യം പറഞ്ഞാൽ ചിരിച്ചോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഇത്രയും നാളെ ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേ ഇതാണ് ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ വീഡിയോ കാണാം. കാറ്റടിച്ച് പറന്നുകൊണ്ടിരിക്കുള്ളൂ. ഇതിനിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ, സുഖമായിട്ട് ഇരിക്കാം. നമ്മളെ സർക്കാർ ഇത്രയും തന്നെ സഹായിച്ചില്ലേ, അതിന്റെ വലിയ പുണ്യം. മരിക്കുന്നവരെവിടെ കിടക്കാം. ഇത് നമ്മുടെ അർഹതപ്പെട്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ടതാണ്, നമ്മുടെ അവകാശമാണ്. അതെ, നമുക്ക് അവകാശപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പൊ കിട്ടുകയൊക്കെ ചെയ്തത്. എന്തായാലും അച്ചായന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണ്. എന്റെ അച്ചായ എന്താ അവിടെ സംഭവിക്കുന്നത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഇതിപ്പം ഒരു സൈഡ് അച്ചായ, ഒരു സൈഡ് ഇവിടുത്തെ ഗവൺമെന്റ്. 5 or 10 വേണ്ടി ഈ വീട്ടുകാർ അഭിനയിച്ചാണോ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ. ബാക്കി കൂടെ കാണാം. അപ്പൊ ലാസ്റ്റ് ഘട്ട പണികളാണ് ഇപ്പൊ പണി ഊർജിതമായിട്ട് നടക്കുന്നുണ്ടോ? ഇനി ഒരു 2 ദിവസം പണി കൂടെ ഉള്ളൂ. പണി കംപ്ലീറ്റ് പൂർത്തിയായി. ഇനി ഏതെങ്കിലും നല്ലൊരു ദിവസം നോക്കി കയറണോ? ഈ എന്നത്തേക്ക് കയറാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 15-ാം തീയതി ഭാഗത്തേക്ക് കയറണം. അടിപൊളി. അത് കണ്ടോ, ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാ. അപ്പൊ പണി 5-6 ആളുകളൊക്കെ വിളിക്കാം, ചുമ്മാ ആക്കാറുണ്ട്. 5-6 ആളുകളൊക്കെ വിളിക്കാം. പിന്നെ അപ്പൊ എന്നെയൊക്കെ വിളിക്കുവോ? പിന്നെ കൃത്യമായിട്ട് വിളിച്ചിരിക്കും. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തലക്കേക്കത്ത് വെച്ചിട്ടുണ്ട്. കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതാണ് കാൽക്കുലേഷൻ. ഓക്കെ, ഞാൻ എന്തായാലും ഈ വീഡിയോ ഇത്രയും വെക്കുന്നുള്ളൂ. എന്തായാലും ഓരോ ദിവസം കഴിഞ്ഞു വരുമ്പോഴും അച്ഛൻ ഇച്ചിരി ഓവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതിപ്പം ഏകദേശം കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു, നിരത്തി പിടിച്ചാണ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അച്ചായന്റെ ഈ ഒരു വീഡിയോയ്ക്ക്, ഈ വീഡിയോ കണ്ടിട്ട്, അതായത് നമ്മളിപ്പോൾ വെച്ചില്ല ലൈഫ് മിഷന്റെ ആ ഒരു വീഡിയോയുടെ താഴെ ചില ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് നേരെ അച്ചായന്റെ അക്കൗണ്ടിൽ പോയിട്ടും കമന്റ് ചെയ്തു, അച്ചായ ഇന്ന പോലെ ഇല്ല സംഭവം, ഇന്ന പോലെ. ആ കമന്റ്സ് എല്ലാം അച്ചായൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ തുടങ്ങി. അച്ചായൻ എവിടെ നെഗറ്റീവ് വരുന്നുണ്ടോ അവിടെ അച്ചായൻ ഡിലീറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇനി അച്ചായന്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ, അത് ഇൻസ്റ്റ ഇട്ട് മൊത്തം നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ ഫേസ്ബുക്കിൽ പാവം പിടിച്ച് അവനങ്ങ് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. കാരണം അവിടെ നല്ല പോസിറ്റീവാണ്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാം ഡിഫറെൻ്റ് ആണ് ആൾക്കാർ. ഫേസ്ബുക്ക് മൊത്തം അമ്മാവന്മാർ, ഇൻസ്റ്റ ആണെങ്കിൽ അറിയാലോ യൂത്ത് പിള്ളേർ, പിന്നെ യൂട്യൂബ് ആണെങ്കിൽ എല്ലാം കൂടെ മിക്സഡ് ആയിരിക്കും. എന്തായാലും ഫേസ്ബുക്കിൽ അച്ഛന് ഭയങ്കര നന്മപരമായിട്ടാണ് കാണുന്നത്. ഇൻസ്റ്റ മൊത്തം അങ്ങ് നെഗറ്റീവ്. ഒരു വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം നിങ്ങൾക്ക്. നല്ല ചിരിക്കാനുണ്ട് കേട്ടോ. ചിരിക്കാനല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയിട്ട് ആ ഒരു വീഡിയോ വെക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇമോഷണൽ, അല്ലെങ്കിൽ നമ്മളും അങ്ങ് ഡൗൺ ആവും. എന്തായാലും ഇപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു കോമഡി പീസായിട്ടാണ് തോന്നുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ? എന്റെ അമ്മ, അതാണോ വീട്? നിങ്ങൾ ഇത്രയും പേര് ഈ ചെറിയ വീട്ടിൽ ഈ മല കേറിയാണോ മക്കളെ നിങ്ങൾ വരുന്നത്? അമ്മച്ചി കിടക്കുന്ന കട്ടിൽ കണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ച് പൊട്ടിപ്പൊളിഞ്ഞിരിക്കാം. സത്യം പറഞ്ഞാൽ വേറൊന്നും വേണ്ട, ഒരു കട്ടിലെങ്കിലും ഈ പാവം കൊണ്ട് മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ. ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഈ തൂണ് വെച്ചിരിക്കുന്ന. അയ്യോ കഷ്ടം. കഞ്ഞിയും കുറച്ച് മോര് കറി. ഇത് ബാത്റൂമോ? ഇവിടെ നിന്നാണ് ഇവര് കുളിക്കുന്നത്? അവിടെ പാമ്പുണ്ടോ? നിങ്ങള് പെണ്ണുങ്ങള് കുളിക്കുമ്പോ മോളിന്ന് കുറെ പേര് കല്ലെറിയുന്നു. അവിടൊക്കെ വന്നിട്ട് കല്ലെറിയുവാണെങ്കിൽ അച്ചായ അതിനുവേണ്ടി പോലീസുകാരോടൊക്കെ ഒന്ന് സംസാരിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അച്ചായന്റെ അടുത്തൊരു വീഡിയോ കൂടെ ഞാൻ വെച്ചു തരാം. കാശിന് വില കൽപ്പിക്കുന്നില്ലടാ. കാശ് എറിയുവാണ് ഞാൻ എല്ലാ പാവങ്ങൾക്കും. കാശ് നാളെ ഉണ്ടാവോ ഇല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് കുറെ പാവങ്ങള്. ഇവരെ അങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ അച്ചാനുണ്ടോടാ ഭൂമിയിൽ? അച്ചാനുള്ളപ്പോ അങ്ങനെ പറ്റുവോടാ? ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് കുറെ പാവങ്ങള്. ഇവരെ അങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ അച്ചാനുണ്ടോടാ ഭൂമിയിൽ? അച്ചാനുള്ളപ്പോ അങ്ങനെ പറ്റുവോടാ? അച്ചാൻ ഭൂമിയിലുള്ളപ്പോ പറ്റുവോ? ആരയച്ചത് അച്ചാനെ? ദൈവം അല്ലടാ. അപ്പം ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യണ്ടേ? കാശിന് വില കൽപ്പിക്കുന്നില്ലടാ. കാശ് എറിയുവാണ് ഞാൻ എല്ലാ പാവങ്ങൾക്കും. കാശ് നാളെ ഉണ്ടാവോ ഇല്ലോ എന്ന് ചിന്തിക്കുന്നില്ല.
പക്ഷെ ഉണ്ടല്ലോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങൾ വരും കാലങ്ങളിൽ നിങ്ങൾ വലുതാകുമ്പോൾ അച്ഛനെ കുറിച്ച് ഓർക്കും. അന്ന് ഞങ്ങൾക്ക് ഒരു അച്ചായനുണ്ടായിരുന്നു. അച്ചായൻ അന്ന് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അച്ചായൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പഠിച്ച് ഒരുപക്ഷെ എന്തെങ്കിലും വലിയ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ നിങ്ങളൊക്കെ അച്ചായനെ ഓർക്കുക, അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കുക. പൊക്കോട്ടെ മക്കളെ, ജീവിച്ച് കാണിക്കുക, ധൈര്യമായിട്ട് കാണിക്കുക. ഓക്കെ, അപ്പൊ അച്ചായൻ അവിടെയും ലക്ഷങ്ങൾ എറിഞ്ഞിട്ടാണ് അച്ചായൻ പോയത്. ഓക്കെ, ഓരോന്ന് തപ്പിപ്പിടിച്ച് പോവുകയാണെങ്കിൽ 10 വർഷത്തേക്കുള്ള ഒരു കോണ്ടന്റ് ചിലപ്പോൾ കിട്ടും ഈ മുതലിനെ കൊണ്ട്. എന്തായാലും എനിക്ക് ആൾക്കാരുടെ മുമ്പ് ഇതുപോലെ നന്മമാരെ ചേർന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല, കള്ളം കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തായാലും അച്ചായനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടേ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ലവ് യു ഓൾ ഗൈസ്. എന്തായാലും ഇതുപോലെ ഒരു ഉടായിപ്പിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റിയല്ലോ. നമ്മുടെ ലൈഫ് മിഷൻ ഏതാണ്, അച്ചായൻ ഏതാണ്, പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന വീട് ഏതാണ്, ഇവിടെ ഏതോ ഒരുത്തരൊക്കെ വന്നിട്ട് എന്തോ പൊട്ടത്തിലൊക്കെ പറഞ്ഞു കൊടുത്ത് അവസാനം പ്രൊമോഷനോ അതിന് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് സ്വയം കാണിച്ചു കൂട്ടുന്ന ചില കോമാളിത്തരമുണ്ടല്ലോ. ആളാവാൻ വേണ്ടി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതും കൂടെ ഓർത്താൽ നല്ലതായിരിക്കും. എത്ര ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതുപോലുള്ള പാവങ്ങളെ പറ്റിച്ചിട്ടാണെങ്കിൽ ഗതി പിടിക്കുമെന്ന് തോന്നുന്നില്ല. ബൈ, ലവ് യു.